വെൽക്കം ബാക്ക് ടു SR ഫോർമുല ഓഫ് എഡ്യൂക്കേഷൻ. 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള ചേഞ്ചസ് വ്രോട്ട് ബൈ അയൺ, ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ 2ാം ഭാഗമാണ് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ 1ാം ഭാഗത്തിൽ വേദിക് ഏജിനെ കുറിച്ചും ഋഗ്വേദിക് പീരീഡിനെ കുറിച്ചും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പാർട്ടിലൂടെ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേറ്റർ വേദിക് പീരീഡിനെ കുറിച്ചിട്ടാണ്. സോ നൗ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ന്യൂ ടോപ്പിക് ടുവേർഡ്സ് ദ ഗംഗാറ്റിക് പ്ലെയിൻ. ഗംഗ സമതലത്തിലേക്ക് എന്ന ടോപ്പിക്കാണ് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലേറ്റർ വേദിക് പീരീഡ് ഈസ് ദ പീരീഡ് ഡ്യൂറിങ് വിച്ച് human life as depicted in the Sama, Yajur and Atharva Vedas existed. സാമവേദ, യജുർവേദം, അഥർവവേദം എന്നീ വേദങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള മനുഷ്യജീവിതം നിലനിന്നിട്ടുള്ള കാലഘട്ടമാണ് ലേറ്റർ വേദിക് പീരീഡ് അല്ലെങ്കിൽ പിൽക്കാല വേദകാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. The Aryans, who had been cattle rearers in the Rigvedic period, reached the Gangatic plain in the later Vedic period. ഋഗ്വേദിക് പീരീഡിൽ, ഋഗ്വേദിക് കാലഘട്ടത്തിൽ കാലികളെ മേച്ച് നടന്നിരുന്ന ആര്യന്മാർ ലേറ്റർ വേദിക് പീരീഡിൻ്റെ ആ ഒരു സമയമായപ്പോഴേക്കും അവർ ഗംഗാ സമതലത്തിലോട്ട് എത്തി. ദ ഗംഗാറ്റിക് വാലി ഈസ് ദ ഏരിയ സറൗണ്ടിങ് റിവർ ഗംഗ. ഗംഗാ നദിക്ക് ചുറ്റുമുള്ള പ്രദേശമാണ് ഗംഗാ സമതലം അല്ലെങ്കിൽ ഗംഗാറ്റിക് വാലി, ഗംഗാറ്റിക് പ്ലെയിൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. Conflict between tribes, emergence of new tribes and growth in population were the main reasons for their migration to the Gangatic plain. ഋഗ്വേദിക് കാലഘട്ടത്തിൽ ആര്യന്മാർ താമസിച്ചിരുന്നത് സിന്ധു നദിയുടെ തീരത്താണ് അല്ലെങ്കിൽ ഇൻഡസ് റിവർ വാലി പ്രദേശത്താണ്, അതുമല്ലെങ്കിൽ സപ്തസൈന്ധവ പ്രദേശത്താണ്. ഈ സപ്തസൈന്ധവ പ്രദേശത്തു നിന്നും ഗംഗാറ്റിക് പ്ലെയിനിലോട്ട് ആര്യന്മാർ മൈഗ്രേറ്റ് ആവാൻ, അവിടെ നിന്നും മാറി താമസിക്കുവാൻ അവർക്ക് ചില കാരണങ്ങളുണ്ട്, ചില റീസൺസ് ഉണ്ട്. ഏതൊക്കെയാണവ? കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ട്രൈബ്സ്, ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. 2, എമർജൻസ് ഓഫ് ന്യൂ ട്രൈബ്സ്, പുതിയ പുതിയ ഗോത്രങ്ങളുടെ ഉത്ഭവം. 3, ഗ്രോത്ത് ഇൻ പോപ്പുലേഷൻ, ജനസംഖ്യയിൽ വന്നിട്ടുള്ള വർധനവ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ആര്യന്മാർ സപ്തസൈന്ധവ പ്രദേശത്തു നിന്നും ഗംഗാറ്റിക് പ്ലെയിനിലോട്ട് മൈഗ്രേറ്റ് ആയിട്ടുള്ളത്. There are such important questions for you. First one, what do you mean by later Vedic period? Later Vedic age എന്നതുകൊണ്ട്, പിൽക്കാല വേദിക് കാലഘട്ടം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? Answer, later Vedic age is a period during which human life as depicted in the Samaveda, Yajurveda and Atharva Vedas existed. സാമവേദം, യജുർവേദം, അഥർവവേദം തുടങ്ങിയ വേദങ്ങളിൽ പറയുന്ന അല്ലെങ്കിൽ അതിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്ന, ചിത്രീകരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിട്ടുള്ള കാലഘട്ടമാണ് ലേറ്റർ വേദിക് പീരീഡ്. 2, വാട്ട് ആർ ദ മെയിൻ റീസൺസ് ഫോർ ദ മൈഗ്രേഷൻ ഓഫ് ദി ആര്യൻസ് ടു ദി ഗംഗാറ്റിക് പ്ലെയിൻ? ഗംഗാ സമതലത്തിലോട്ട് ആര്യന്മാരുടെ കുടിയേറിപ്പാർക്കലിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ട്രൈബ്സ്. 2, എമർജൻസ് ഓഫ് ന്യൂ ട്രൈബ്സ്. 3, ഗ്രോത്ത് ഇൻ പോപ്പുലേഷൻ. ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 89, you can see an important task or an activity for you. So our question, locate the Gangatic plain on the map and identify the present states across which the Gangatic plain stretches. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾക്കൊരു മാപ്പ് കാണും, ഇന്ത്യയുടെ ഒരു മാപ്പ് കാണും. പേജ് നമ്പർ 86 ടെക്സ്റ്റ് ബുക്കിൽ, പേജ് നമ്പർ 86 മാപ്പ്. ഓക്കെ, അപ്പോൾ ആ മാപ്പ് നിങ്ങൾ നിരീക്ഷിച്ചിട്ട് എവിടെയാണ് ഗംഗാറ്റിക് പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്യുന്നത്, ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇന്ന് ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് ഈ ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നത് എന്നും കണ്ടെത്തണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ മാപ്പിൽ എവിടെയാണ് ഗംഗാ റിവർ എന്ന് നോക്കുക. ഗംഗാ റിവറിൻ്റെ പ്രദേശങ്ങളാണ് ഗംഗാറ്റിക് പ്ലെയിൻ അല്ലെങ്കിൽ ഗംഗാറ്റിക് വാലി എന്ന് വിളിക്കുന്നത്.
അല്ലേ? സോ ഇതിൽ ഗംഗാറ്റിക് വാലി അല്ലെങ്കിൽ ഗംഗാ റിവർ ഇന്ത്യയുടെ ഏത് ഡിറക്ഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഡിറക്ഷൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ദെൻ നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. ഇതിൽ ഏത് ദിശയിലാണ് ഗംഗാ റിവർ ലൊക്കേറ്റ് ചെയ്യുന്നത്? ഗംഗാ റിവർ സ്ഥിതി ചെയ്യുന്നത്? ഗംഗാ റിവർ സ്ഥിതി ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്, വടക്ക് കിഴക്കൻ പ്രദേശത്താണ്. ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു റൗണ്ട് സർക്കിൾ ചെയ്ത ഭാഗം കാണാൻ പറ്റും. അതാണ് ഗംഗാറ്റിക് വാലി. ദ ഗംഗാറ്റിക് വാലി ഈസ് ദ ഏരിയ സറൗണ്ടിങ് റിവർ ഗംഗ. ഗംഗാ നദിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് ഗംഗാറ്റിക് പ്ലെയിൻ അല്ലെങ്കിൽ ഗംഗാറ്റിക് വാലി എന്നറിയപ്പെടുന്നത്. ഇത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്, വടക്ക് കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. Then next you want to identify the present states where Gangatic plain stretches, സോ എവിടൊക്കെയാണ് ഇന്ന് ഈ ഗംഗാറ്റിക് റിവർ ലൊക്കേറ്റ് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് 2 മാപ്പുകൾ കാണാൻ പറ്റും അല്ലേ? ഫസ്റ്റത്തെ മാപ്പിൽ, ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പിൽ ഗ്രീൻ കളറായി ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ കാണാം. ഇതാണ് ഗംഗാറ്റിക് പ്ലെയിൻ ഏരിയ. ഇന്ത്യയുടെ മാപ്പിൽ ഏതൊക്കെ സ്റ്റേറ്റുകൾ ഇൻക്ലൂഡ് ആവുന്നുണ്ട്? ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് UP അല്ലെങ്കിൽ ഉത്തർപ്രദേശ്. ഈ 3 സംസ്ഥാനങ്ങളിലാണ് ഗംഗാറ്റിക് പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത്. It was very difficult for them to clear the trees and till the hard soil using their tools made of copper and bronze. ഋഗ്വേദിക് പീരീഡിൽ സപ്തസൈന്ധവ പ്രദേശത്ത് താമസിച്ചിരുന്ന ആര്യന്മാർ ലേറ്റർ വേദിക് പീരീഡിൽ ഗംഗാറ്റിക് പ്ലെയിനിലോട്ട് എത്തിയപ്പോൾ അവരുടെ കൈവശമുണ്ടായിരുന്ന ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഗംഗാസമതലത്തിലെ മണ്ണിൽ കുഴിക്കുവാനും മരങ്ങൾ മുറിക്കുവാനും അവർക്ക് പ്രയാസമായിരുന്നു. സോ ദേ സെറ്റ് ഫയർ ടു ജംഗിൾസ് ഫോർ ക്ലിയറിംഗ് ദ ഏരിയ. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്, വെട്ടിത്തെളിക്കാൻ വേണ്ടിയിട്ട് അവർ കാടിന് തീയിട്ടു. However, the stems of the burned trees hindered their way forward. കാടിന് തീയിട്ടെങ്കിലും മരത്തിൻ്റെ കുറ്റികൾ അവർക്ക് വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാക്കി. It was necessary for them to have a harder metal to make more effective tools and implements, and this led to the invention of iron. മണ്ണിൽ കുഴിക്കാനും മരങ്ങളൊക്കെ മുറിക്കാനും നല്ല ഹാർഡായിട്ടുള്ള മെറ്റൽ ഉപയോഗിച്ചു കൊണ്ട് നിർമ്മിച്ച ആയുധങ്ങൾ, ടൂൾസും വെപ്പൺസും അവർക്ക് ആവശ്യമായിരുന്നു. ഈ ഒരു ആവശ്യമാണ് അയണിൻ്റെ ഇൻവെൻഷനിലോട്ട്, ഇരുമ്പിൻ്റെ കണ്ടെത്തലിലോട്ട് ആര്യന്മാരെ നയിച്ചിട്ടുള്ളത്. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയിട്ടുള്ള മെറ്റൽ കോപ്പർ ആയിരുന്നു അല്ലേ? ശേഷം കോപ്പറും ടിന്നും മിക്സ് ചെയ്തുകൊണ്ട് ബ്രോൺസ് എന്ന മെറ്റൽ അവർ കണ്ടുപിടിച്ചു. അതിനുശേഷം മനുഷ്യർ കണ്ടെത്തിയിട്ടുള്ള പുതിയ ഒരു മെറ്റലാണ് അയൺ. ദ ഗംഗാറ്റിക് പ്ലെയിൻ വാസ് റിച്ച് ഇൻ അയൺ ഓർ ഡെപ്പോസിറ്റ്. ഗംഗാ സമതലം വൻതോതിൽ ഇരുമ്പിൻ്റെ നിക്ഷേപമുള്ള പ്രദേശമായിരുന്നു. വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് അയൺ, ദ പീപ്പിൾ ഓഫ് ദി ഗംഗാറ്റിക് പ്ലെയിൻ മെയ്ഡ് ഹാർഡർ വെപ്പൺസ് ആൻഡ് ഇംപ്ലിമെന്റ്സ് with which they could easily clear the jungles. ഇരുമ്പ് കണ്ടെത്തിയതോടുകൂടി ഉറപ്പുള്ള ഉപകരണങ്ങളും നല്ല ഹാർഡായിട്ടുള്ള ടൂൾസും വെപ്പൺസും ഒക്കെ അവർ ഉണ്ടാക്കാൻ തുടങ്ങി. എന്തുപയോഗിച്ചാണ് ഉണ്ടാക്കിയത്? അയൺ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഈ വെപ്പൺസും ടൂൾസും ഉപയോഗിച്ച് കാടുകളൊക്കെ അവർക്ക് വെട്ടിത്തളിക്കാൻ വളരെ എളുപ്പമായിരുന്നു. കാടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ അവർക്ക് വളരെ എളുപ്പമായിരുന്നു. They used iron flails for tilling hard soil. കൃഷിക്കു വേണ്ടി നിലമുഴുതാൻ, മണ്ണ് ഇളക്കി മറിക്കുവാൻ അവരുപയോഗിച്ചത് അയൺ ഫ്ലബ്സ് ആയിരുന്നു, ഇരുമ്പ് കൊണ്ടുള്ള കലപ്പകളായിരുന്നു. അഗ്രികൾച്ചർ became the prime occupation. അങ്ങനെ കൃഷി അവരുടെ മുഖ്യ തൊഴിലായി മാറി. ഋഗ്വേദിക് പീരീഡിൽ അവരുടെ ഏറ്റവും മേജറായിട്ടുള്ള ഒക്യുപ്പേഷൻ കാറ്റിൽ റിയറിംഗ് ആയിരുന്നു അല്ലേ? എന്നാൽ ലേറ്റർ വേദിക് പീരീഡിൽ അത് ചേഞ്ചായി അഗ്രികൾച്ചർ അവരുടെ ഒരു പ്രൈം ഒക്യുപ്പേഷനായിട്ട് മാറി. ദിസ് പീരീഡ് ഇൻ വിച്ച് അയൺ ഇംപ്ലിമെന്റ്സ് were used is known as the Iron Age. ഇങ്ങനെ
ഇരുമ്പ് ഉപയോഗിച്ച ഈ കാലഘട്ടം ഇരുമ്പ് യുഗം എന്നറിയപ്പെട്ടു. സോ എന്താണ് അയൺ ഏജ് എന്ന് പറഞ്ഞാൽ? ഇരുമ്പ് യുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യർ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ടൂൾസും വെപ്പൺസും ഉപയോഗിച്ചിട്ടുള്ള കാലഘട്ടമാണ് അയൺ ഏജ്. There are such important questions for you. Which metals were used by the Aryans to make tools and weapons when they migrated to the Gangetic Plain? ഗംഗാറ്റിക് പ്ലെയിനിലോട്ട് വരുമ്പോൾ ആര്യന്മാരുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ ഏത് മെറ്റൽസ് കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു? ആര്യന്മാർ ഋഗ്വേദിക് പീരീഡിൽ നിന്നും ഗംഗാറ്റിക് പ്ലെയിനിലോട്ട് വരുന്ന സമയത്ത് അവരുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ കോപ്പറും ബ്രോൺസും ഉപയോഗിച്ച് നിർമ്മിച്ച ആയുധങ്ങളായിരുന്നു, അല്ലേ? സോ ആൻസർ ബ്രോൺസ് ആൻഡ് കോപ്പർ ടൂൾസ് ആൻഡ് വെപ്പൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is the metal we use to make the tools used for felling trees and fluffing the lands? ഇന്ന് നമ്മൾ കൃഷിക്കും മരങ്ങൾ മുറിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ആയുധങ്ങളുമൊക്കെ ഏത് മെറ്റൽ കൊണ്ട് നിർമ്മിച്ചവയാണ്? അവർ ആൻസർ അയൺ മെറ്റൽ, ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ടൂൾസും വെപ്പൺസുമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഈസ് അയൺ ഡിഫറെൻറ്റ് ഫ്രം കോപ്പർ ആൻഡ് ബ്രോൺസ്? ചെമ്പ്, വെങ്കലം എന്നീ മെറ്റലിൽ നിന്നും ഇരുമ്പിനുള്ള വ്യത്യാസം എന്താണ്? അയൺ ഈസ് മോർ ഹാർഡർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ കോപ്പർ ആൻഡ് ബ്രോൺസ്. വെങ്കലത്തേക്കാളും ചെമ്പിനേക്കാളും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളതും ഹാർഡായിട്ടുമുള്ള മെറ്റലാണ് അയൺ. ഇറ്റ് ഈസ് ഈസി ടു ഷേപ്പ് ഇൻറ്റു ടൂൾസ് ഓഫ് വേരിയസ് ഫോംസ്. വ്യത്യസ്ത തരത്തിലുള്ള ടൂൾസും വെപ്പൺസൊക്കെ ഉണ്ടാക്കാൻ നല്ല ഈസി ആയിട്ടുള്ള ഒരു മെറ്റൽ കൂടിയാണ് അയൺ. ഇറ്റ് ഈസ് ഈസിലി അവൈലബിൾ മെറ്റൽ. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റൽ കൂടിയാണ്, ലോഹം കൂടിയാണ് അയൺ. Our next question. How far were the conditions in the Gangetic Plain favorable for agriculture? Write down your opinion. ഗംഗാറ്റിക് പ്ലെയിനിലെ സാഹചര്യങ്ങൾ കൃഷിക്ക് എത്രമാത്രം ഫേവറബിൾ ആയിരുന്നു, കൃഷിക്ക് എത്രമാത്രം അനുകൂലമായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നതാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ഫസ്റ്റ് വൺ, ഡെൻസ് ഫോറസ്റ്റ്. ഗംഗാറ്റിക് പ്ലെയിൻ എന്നത് ഒരു ഡെൻസ് ഫോറസ്റ്റ് ആണ്, ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളാണ്, അല്ലേ? സെക്കൻഡ്, ഇൻവെൻഷൻ ഓഫ് അയൺ ടൂൾസ്. ഇരുമ്പ് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തവും ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തവും കൃഷി വളർന്നു വരാൻ വളരെയധികം ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടറായിരുന്നു. തേർഡ്, ഫെർട്ടൈൽ സോയിൽ. ഗംഗാറ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത് നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ലാസ്റ്റ് പോയിന്റ്, പ്ലെൻറ്റി ഓഫ് റെയിൻ. നന്നായിട്ട് മഴ ലഭിക്കുന്ന ഒരു കണ്ടീഷൻ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഗംഗാറ്റിക് പ്ലെയിൻ. സോ ഗംഗാ സമതലത്തിൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഡെൻസ് ഫോറസ്റ്റ്. സെക്കൻഡ്, ഫെർട്ടൈൽ സോയിൽ. തേർഡ്, പ്ലെൻറ്റി ഓഫ് റെയിൻ. ദെൻ ഫോർത്ത് വൺ, invention of iron tools. Okay, our next question. What are the major impacts of the shift from cattle rearing to agriculture? കന്നുകാലി വളർത്തലിൽ നിന്ന് കൃഷിയിലേക്കുള്ള മാറ്റത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം? ആൻസർ ഫസ്റ്റ് പോയിന്റ്, ബിഗിനിങ് ഓഫ് സെറ്റിൽഡ് ലൈഫ്. ആര്യന്മാർ സ്ഥിരവാസം ആരംഭിച്ചു. ഋഗ്വേദിക് പീരീഡിലെ ആര്യന്മാരുടെ മുഖ്യ തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു. അവർ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലോട്ട് വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, മാറി താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ലേറ്റർ വേദിക് പീരീഡിലെ അവരുടെ മുഖ്യ തൊഴിലായിട്ട് കൃഷിയായി മാറി. അവരുടെ മേജർ ഒക്കുപ്പേഷൻ അഗ്രികൾച്ചറായി മാറി. സോ കൃഷി അവരുടെ മേജർ ഒക്കുപ്പേഷൻ ആയപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ അവർ സ്ഥിരവാസം ആരംഭിച്ചു. സെക്കൻഡ് പോയിന്റ്, ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. കാർഷിക ഉൽപാദനം വർദ്ധിച്ചു. നെക്സ്റ്റ് പോയിന്റ്, എക്സ്ചേഞ്ച് ഓഫ് സർപ്ലസ് പ്രോഡക്ട്സ്. മിച്ചം വന്ന പ്രോഡക്ട്സ്, മിച്ചം വന്നിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവർ എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി, കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലേഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് അയൺ? ഇരുമ്പിൻ്റെ കണ്ടെത്തലിലോട്ട് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്?
It was very difficult for them to clear the trees and till the hard soil using their tools made of copper and bronze. ആര്യന്മാർക്ക് അവർ ഗംഗാസമതലത്തിലോട്ട് വരുന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ, ടൂൾസും വെപ്പൺസുമൊക്കെ കോപ്പറും ബ്രോൺസും ഉപയോഗിച്ച് നിർമ്മിച്ചവയായിരുന്നു. ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് മണ്ണ് കുഴിക്കുവാനും മരങ്ങളൊക്കെ വെട്ടിക്കളയുവാനും അവർക്ക് പ്രയാസമായിരുന്നു. സോ ദേ സെറ്റ് ഫയർ ടു ജംഗിൾസ് ഫോർ ക്ലിയറിംഗ് ദ ഏരിയ. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കാടിന് തീയിട്ടു. However, the stems of the burned trees hindered their way forward. കാടിന് തീയിട്ടെങ്കിലും മരത്തിൻ്റെ കുറ്റികൾ അവർക്കൊരു ഇഷ്യൂ ആയിട്ട്, ഒരു പ്രോബ്ലമായിട്ട് അല്ലെങ്കിൽ തടസ്സമായിട്ട് മാറി. It was necessary for them to have a harder method to make more effective tools and implements, and this led to the invention of iron. എന്നാൽ അവർക്ക് നല്ല ഹാർഡായിട്ടുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റൽ ഉപയോഗിച്ച് നിർമ്മിച്ച ടൂൾസും വെപ്പൺസും അവർക്ക് അത്യാവശ്യമായിരുന്നു. ഈ ആവശ്യമാണ് അയണിൻ്റെ കണ്ടുപിടുത്തത്തിലോട്ട് നയിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അയൺ ഏജ്? എന്താണ് ഇരുമ്പ് യുഗം എന്ന് പറയുന്നത്? ആൻസർ, ദ പീരിയഡ് ഇൻ വിച്ച് അയൺ ഇംപ്ലിമെൻറ്റ്സ് ആൻഡ് ടൂൾസ് വർ യൂസ്ഡ് ഈസ് നോൺ ആസ് ദ അയൺ ഏജ്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ടൂൾസും വെപ്പൺസും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് അയൺ ഏജ്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ് ബ്രോട്ട് എബൌട്ട് ബൈ ദ ഇൻവെൻഷൻ ഓഫ് അയൺ. ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ്, മെയ്ഡ് ഹാർഡ് ടൂൾസ് ആൻഡ് വെപ്പൺസ് വിത്ത് അയൺ. ഇരുമ്പ് കൊണ്ട് നല്ല ഹാർഡായിട്ടുള്ള ടൂൾസും വെപ്പൺസുമൊക്കെ നിർമ്മിച്ചു. 2, ക്ലിയർ ദ ജംഗിൾസ്. കാടുകൾ വെട്ടിത്തളിച്ചു. 3, പീപ്പിൾ വർ യൂസ്ഡ് അയൺ ഫ്ലെബ്സ് ഫോർ ടില്ലിംഗ് ഹാർഡ് സോയിൽ. മണ്ണ് ഉഴുതുമറിക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് കൊണ്ടുള്ള കലപ്പകൾ മനുഷ്യർ ഉപയോഗിച്ചു. 4, അഗ്രികൾച്ചർ ബിക്കെയിം ദ മേജർ ഓക്യുപ്പേഷൻ. അവരുടെ ഒരു പ്രധാന, ആര്യന്മാരുടെ പ്രധാന ഓക്യുപ്പേഷനായിട്ട് അഗ്രികൾച്ചർ മാറി. കൃഷി അവരുടെ പ്രധാന ജോലിയായിട്ട് മാറി. The earthenware used by the people of later Vedic period is known as painted grey wares. ലേറ്റർ വേദിക് പീരീഡിൽ ആര്യന്മാർ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾ പെയിൻറ്റഡ് ഗ്രേ വെയർ പോട്ടറി ആയിരുന്നു, അല്ലെങ്കിൽ ചായം തേച്ചിട്ടുള്ള ഗ്രേ നിറത്തിലുള്ള പാത്രങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഋഗ്വേദിക് പീരീഡിലെ ഗ്രേ വെയർ പോട്ടറി ആയിരുന്നെങ്കിൽ ലേറ്റർ വേദിക് പീരീഡിൽ അവർ ഉപയോഗിച്ചത് പെയിൻറ്റഡ് ഗ്രേ വെയർ പോട്ടറീസ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ സൈഡിലായിട്ട്, ഈ ഒരു സ്ക്രീനിലായിട്ടും നിങ്ങൾക്ക് പെയിൻറ്റഡ് ഗ്രേ വെയർ പോട്ടറിയുടെ ചില പീസസ്, ആ ഒരു ഇമേജ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. When people began to lead a settled life, some changes were brought about in their social life. ജനങ്ങൾ ഒരു സ്ഥിരവാസം ആരംഭിച്ചതോടുകൂടി അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായത്. 1, the society got divided into 4 based on occupation. സമൂഹത്തിൽ നിലനിന്നിരുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ 4 വിഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. അവരാണ് ദ ബ്രാഹ്മിൻസ്, പുരോഹിതന്മാർ; ബ്രാഹ്മണർ, ദ ക്ഷത്രിയാസ്, ക്ഷത്രിയർ; ദ വൈശ്യാസ്, വൈശ്യർ; ആൻഡ് ദ ശൂദ്രാസ്, ശൂദ്രന്മാർ. ദിസ് സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് നോൺ ആസ് ചതുർവർണ്ണ്യ. ഇങ്ങനെയുള്ള ഈ വിഭജനമാണ് ചതുർവർണ്ണ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ വാട്ട് ഈസ് ചതുർവർണ്ണ്യ സിസ്റ്റം? എന്താണ് ചതുർവർണ്ണ്യ സംവിധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The society got divided into 4 based on occupations: the Brahmins, the Kshatriyas, the Vaishyas, and the Sudras. This stratification is known as Chadurvarnya system. പിൽക്കാല വേദിക് കാലഘട്ടത്തിൽ ആര്യന്മാർ ഒരു പ്രദേശത്ത് സ്ഥിരവാസം ആരംഭിച്ചതോടുകൂടി സമൂഹത്തെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ 4 വിഭാഗങ്ങളായി തരംതിരിക്കപ്പെട്ടു. അവരാണ് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഈ ഒരു സാമൂഹിക വിഭജനമാണ് ചതുർവർണ്ണ്യ സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്.
In your textbook, you can see a simple question. That is, can you name the gods and goddesses worshipped in the Rigvedic period? ഋഗ്വേദിക് പീരീഡിൽ ഏതൊക്കെ ദേവന്മാരെയും ദേവതന്മാരെയുമാണ് ജനങ്ങൾ ആരാധിച്ചിരുന്നത്? അവരുടെ പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഋഗ്വേദിക് പീരീഡിൽ ആരാധിച്ചിരുന്ന പ്രധാനപ്പെട്ട ഗോഡ്സാണ് ഇന്ദ്ര, വരുണ ആൻഡ് അഗ്നി. പ്രധാനമായിട്ടും ആരാധിച്ചിരുന്ന ഗോഡസസ് ആണ് അദിതി ആൻഡ് ഉഷസ്. എന്നാൽ ലേറ്റർ വേദിക് പീരീഡിൽ ഒരുപാട് മാറ്റങ്ങൾ വർഷിപ്പിലും ഉണ്ടായിട്ടുണ്ട്. എന്താണത്? ഇൻ ദി ലേറ്റർ വേദിക് പീരീഡ് ദിസ് മോഡ് ഓഫ് വർഷിപ്പ് ലോസ്റ്റ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് ഇൻസ്റ്റെഡ് യാഗാസ് ബിക്കെയിം ഇമ്പോർട്ടൻറ്റ്. മോസ്റ്റ് ഓഫ് ദ യാഗാസ് ഇൻവോൾവഡ് അനിമൽ സാക്രിഫൈസ് ഓൺ എ ലാർജ് സ്കെയിൽ. പിൽക്കാല വേദിക് കാലഘട്ടത്തിൽ ദേവന്മാരെയും ദേവതന്മാരെയും ആരാധിക്കുന്ന ഈ ഒരു രീതി, അതിനുള്ള പ്രാധാന്യം കുറഞ്ഞു വരികയും അതിന് പകരമായിട്ട് യാഗങ്ങൾക്ക് പ്രാധാന്യം കൂടുകയും ചെയ്തു. യാഗങ്ങൾക്കും അനിമൽ സാക്രിഫൈസസ്, അതായത് മൃഗങ്ങളെ അല്ലെങ്കിൽ കന്നുകാലികളെ ബലിയറുക്കുന്നതിനുമാണ് ഈ ഒരു പിൽക്കാല വേദിക് കാലഘട്ടത്തിൽ ലേറ്റർ വേദിക് പീരീഡിൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 90-ൽ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി കാണാൻ കഴിയും. നിങ്ങൾക്ക് ഋഗ്വേദിക് പീരീഡിൻ്റെയും ലേറ്റർ വേദിക് പീരീഡിൻ്റെയും ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വായിക്കുക. ഓരോ ഫീച്ചേഴ്സും ഏതൊക്കെ പീരീഡിനെയാണ് റെലവൻ്റ് ആയിട്ട് വരുന്നത്, ആ ഒരു പീരീഡ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, സോ ഫീച്ചേഴ്സ്, ഫസ്റ്റ് ഫീച്ചറാണ് അഗ്രികൾച്ചർ ബിക്കെയിം ദ ചീഫ് ഓക്യുപ്പേഷൻ. കൃഷി മുഖ്യ തൊഴിലായി വന്നത് ഋഗ്വേദിക് പീരീഡിലാണോ ലേറ്റർ വേദിക് പീരീഡിലാണോ? ഏത് പീരീഡിലാണ്? ലേറ്റർ വേദിക് പീരീഡിലാണ്, അല്ലേ? ദെൻ സെക്കൻഡ് ഫീച്ചർ, യാഗാസ് ബിക്കെയിം പ്രിവലൻറ്റ്. യാഗങ്ങൾ വ്യാപകമായി വന്നത് ഏത് വേദിക് പീരീഡിലാണ്? ലേറ്റർ വേദിക് പീരീഡ്, പിൽക്കാല വേദിക് കാലഘട്ടത്തിലാണ്. തേർഡ് ഫീച്ചറാണ് അയൺ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് വർ യൂസ്ഡ്. ഇരുമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളും വെപ്പൺസും ഉപയോഗിച്ചിരുന്നത് അത് ലേറ്റർ വേദിക് പീരീഡിലാണ്, അല്ലേ? ദെൻ ഫോർത്ത് വൺ, കാറ്റിൽ റിയറിംഗ് വാസ് ദ മെയിൻ ഓക്യുപ്പേഷൻ. കന്നുകാലികളെ വളർത്തുന്നതിന് മുഖ്യ തൊഴിലായി വന്നിട്ടുള്ളത് ഋഗ്വേദിക് പീരീഡിലാണോ ലേറ്റർ വേദിക് പീരീഡിലാണോ? ആൻസർ ഋഗ്വേദിക് പീരീഡ്. ലേറ്റർ വേദിക് പീരീഡിൽ അഗ്രികൾച്ചർ ആയിരുന്നു പ്രൈം ഓക്യുപ്പേഷൻ, അല്ലേ? ഋഗ്വേദിക് പീരീഡിലെ മേജർ ഓക്യുപ്പേഷൻ കാറ്റിൽ റിയറിംഗ് ആയിരുന്നു. ദെൻ ബിഗാൻ സെറ്റിൽഡ് ലൈഫ്. സ്ഥിരവാസം ആരംഭിച്ചത് ലേറ്റർ വേദിക് പീരീഡിലാണ്. ദെൻ നെക്സ്റ്റ് ഫീച്ചറാണ് ഗോഡ്സ് ലൈക്ക് ഇന്ദ്ര ആൻഡ് വരുണ വർ വർഷിപ്ഡ്. ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ ദേവന്മാരെ ആരാധിച്ചിരുന്നത് ഋഗ്വേദിക് പീരീഡിലാണോ ലേറ്റർ വേദിക് പീരീഡിലാണോ? ആൻസർ ഋഗ്വേദിക് ഏജ്. ദ ലാസ്റ്റ് ഫീച്ചർ, പെയിൻറ്റഡ് ഗ്രേ വയേഴ്സ് വർ യൂസ്ഡ്. ചായം തേച്ച ചാരനിറപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ആൻസർ ലേറ്റർ വേദിക് പീരീഡ്. ഓക്കെ, സബ്സ്ക്രൈബ് മൈ ചാനൽ, press bell icon for new notifications. Thank you for watching my video.